ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് ഡിക്കു. ദുബായിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. ഒരു ദിവസം 0 റുപ്പീസിന് ദുബായിൽ ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ വീഡിയോ വേണ്ട വണ്ടി BMW. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിൽ വിത്ത് ഡിക്കു. ഗൈസ്, കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ സാധ്യതകളുടെ ഒരു വലിയ സാധനം കാണാമെന്ന് പറയത്തില്ലേ? അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവന്റെ പടച്ചോനായ ദുബായിയെ നീ കാണും. കണ്ടേ, ആ ഒരു നഗരമായ ദുബായിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. ദുബായ് എയർപോർട്ടിൽ. എൻ്റെ അമ്മ, ഇതെന്തോ ഒരു വലിയ എയർപോർട്ട്. കാനഡയിൽ നിന്നാണ് വന്നതെങ്കിലും ഈ എയർപോർട്ട് എനിക്ക് തോന്നുന്നു കാനഡയിലെ എയർപോർട്ടിനേക്കാളും ഞങ്ങളുടെ ഓട്ടോ എയർപോർട്ടിനേക്കാളും ഭയങ്കര വലിയ എയർപോർട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ദുബായിൽ ഞങ്ങൾ 0 രൂപയ്ക്ക് ജീവിക്കാൻ പോവുകയാണ്. ഒരു ദിവസം 0 റുപ്പീസിന് ദുബായിൽ ഞങ്ങൾ കറങ്ങാൻ പോവുകയാണ്. എങ്ങനെയെന്നല്ലേ വീഡിയോ കാണും, മനസ്സിലാവും. ഓക്കെ, ഗൈസ്, സാധ്യതകളുടെ നഗരത്തിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഫ്രീ സിം എല്ലാം ഫ്രീ ആണ് ഗൈസ്. ഫ്രീ സിം, ഫ്രീ സ്റ്റേ, ഫ്രീ ട്രാവൽ എല്ലാം ഫ്രീ ആണ്. എങ്ങനെയെന്നല്ലേ കാത്തിരുന്ന് കാണുക. ഉടൻ വരുന്നതായിരിക്കും. ഇതേ എൻ്റെ അമ്മ, എന്തൊരു വലിയ എയർപോർട്ടാണ്. ഇവിടെ വലുതായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നത്. നിങ്ങളും കണ്ട് രസിക്കൂ ഗൈസ്. ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗൈസ്, ഞങ്ങൾക്ക് ഫ്രീ സർവീസായ ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ട വണ്ടി BMW അല്ല, അവിടെ ഉണ്ട് ഒരു ഷട്ടിൽ ബസ്. ആ ബസ്സിലാണ് ഞങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത് ഗൈസ്. ഇതൊക്കെ എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ വന്നവർക്കുള്ള ഷട്ടിൽ സർവീസിനുള്ള ചെറിയ കാറുകളാണ് ഗൈസ്. ഇവിടെ മൊത്തം നിരന്ന് കിടക്കുന്നത്. ഞങ്ങൾക്കുള്ള ഫ്രീ ബസ് ഇതുണ്ട് എമിറേറ്റ്സ്. ഇപ്പോഴും നിങ്ങൾക്ക് സംശയമായിരിക്കാം, എങ്ങനെയാണ് ഈ സാധ്യതകളുടെ നഗരമായ ദുബായിൽ ഫ്രീ ആയിട്ട് താമസിക്കേണ്ടതെന്നല്ലേ? കാത്തിരുന്ന് കാണുക, ഉടൻ വരുന്നതായിരിക്കും എങ്ങനെ താമസിക്കാമെന്ന്. 0 റുപ്പീസ്, $0, 0 ദർഹം അല്ലേ, ഇവിടെ ദർഹം, 0 ദിനാർ, 0 കറൻസിയിൽ നമുക്ക് എങ്ങനെ താമസിക്കാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേസ്. ഉടനെ പറയുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ സാധ്യതകളുടെ നഗരത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് ബസ്സിൽ കയറി ഇപ്പം ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ അങ്ങനെ ഹോട്ടലിലെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി റൂമിലേക്ക് പോവാണ്. ഇതേ എമിറേറ്റ്സിൻ്റെ വക ഫ്രീ റൂം 5016 ഇട്ടിട്ടുണ്ട്. നമ്മൾ 5th ഫ്ലോറിലേക്ക് പോവാണ് ഗൈസ്. ഫ്രീ ട്രാവൽ കഴിഞ്ഞു. ഇപ്പോൾ ഇനി അടുത്ത ഫ്രീ സ്റ്റേക്കുള്ള ഹോട്ടലിൽ പോവാണ് ഗൈസ്. ഇപ്പോഴും നിങ്ങൾക്കറിയില്ല ഇതെങ്ങനെയാണ് ദുബായ് എന്ന് പറയുന്ന സാധ്യതകളുടെ വലിയ നഗരത്തിൽ ഫ്രീ ആയിട്ട് എങ്ങനെ താമസിക്കാമെന്ന് അല്ലേ? അതിനായി കാത്തിരിക്കും. റൂമിലെത്തിയിട്ട് പറഞ്ഞുതരാം. കാരണം അത് ഇച്ചിരി ഒരു വലിയ കാര്യമാണ്. പിന്നെ വേറൊരു വോയിസ് മെസ്സേജ് എനിക്ക് കേൾക്കാറുണ്ട്. കാരണം അവരാണ് ബുക്ക് ചെയ്തത്. അച്ചുമൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ചേച്ചിയുടെ അനിയനും പിന്നെ വീട്ടിലെ തോമസും. അപ്പോൾ അവരാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവ എനിക്ക് പറഞ്ഞിട്ട് ആ വോയിസ് മെസ്സേജ് കേട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനല്ല ബുക്ക് ചെയ്തത് കേട്ടോ ഗൈസ്. ദേ 5ാമത്തെ ഫ്ലോറിലേക്ക് പോകുന്ന ഞാൻ എന്താ 25% ഓഫാണ് ഗൈസ്. പക്ഷേ 25 അങ്ങോട്ടും അങ്ങോട്ടും വേണ്ട. നമുക്ക് ഇനി 20 ഓഫർ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മുടെ 5016 ഡേ കയറാം. വലത് കാല് വെച്ച്. ഓക്കെ, വാവ്. ഡോർ അടച്ചോട്ടെ. ഇൻസേർട്ട് ഫോർ പവർ കിട്ടി ഗൈസ്, പവർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് റൂം ടൂർ നടത്താം. ഫ്രീ ആയിട്ട് കിട്ടിയ റൂം എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം. വലത് കാല് വെച്ച് കയറുമ്പോൾ നമുക്ക് ഇടത്തെ വശത്ത് ഒരു വാഷ്റൂം കാണാം. വാഷ്റൂമിൽ എന്തുണ്ട്?
പൈപ്പുണ്ട്, ഗ്ലാസ് ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, കണ്ണാടി ഉണ്ട്, ഞാനുണ്ട്, ടവലുണ്ട്. എന്താ കുളിക്കേണ്ട സ്ഥലം. പിന്നെ ഓക്കെ, ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഗൈസ്, എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യം വിളിക്കേണ്ട നമ്പറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ബാത്റൂമിൽ പോയിട്ട് എന്തെങ്കിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ അവരോടനെ ഓടിയെത്തുന്നതാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, നിങ്ങളിങ്ങനെ മൊത്തത്തിൽ കാണാൻ ഡ്രസ്സിങ് കണ്ണാടി ഉണ്ട്. പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് റൂം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ട സാധനമുണ്ട്. ഫയർ അലാം ആണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ദേ വിശാലമായ 2 ബെഡുണ്ട്. സിംഗിളായ എനിക്ക് എന്തിനാണ് ഗൈസ് 2 ബെഡ്? ഓക്കെ ഗൈസ്, നമുക്ക് ബാക്കി റൂം ടൂറിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമുക്ക് 2 ബെഡുണ്ട്, അവിടെ 2 ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു ഫോണുണ്ട്. അത് ഉറക്കം മുതലേ വിളിച്ചാൽ മതി ആ നമ്പറിലേക്ക്. അപ്പോൾ അവർ പറയും ഓക്കെ ഇന്ന പാട്ട് കേട്ടാൽ മതി ഉറക്കം വരുമെന്ന്. ഇവിടെ എന്തോ വര ഉണ്ട്, ഇതെന്തിനാണെന്ന് അറിയത്തില്ല, സാധനം വയ്ക്കാം. പിന്നെ എന്താ കബോർഡുണ്ട്, കബോർഡിൽ ഗോൾഡ് വയ്ക്കേണ്ട ലോക്കറുണ്ട്. ഇപ്പുറത്ത് ഹാങ്ങറുണ്ട്, വേറൊരു കബോർഡുണ്ട്. ഈ കബോർഡുകൾ അടച്ചു കൊണ്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പില്ലോ ഉണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, ബെഡുണ്ട്, ടി വി ഉണ്ട്, റിമോട്ട് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ടി വി ഉണ്ട്, ചെയറുണ്ട്, ടി വി ഉണ്ട്, ഇവിടെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. എൻ്റെ അമ്മ തൊണ്ടനെടുക്കുന്നത്. ഓക്കെ ഗേസ്, ഇവിടെ നോക്കുമ്പോൾ നമുക്കിനി കേർട്ടൻ, ഇവിടെ പിന്നെ ഒരു കണ്ണാടിയിൽ പിന്നെയും ഞാൻ, പിന്നെ ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്, മതിയല്ലേ റാപ്പ് കുറേ. ഓക്കെ ഗേസ്, ഇനിയാണ് നമ്മൾ സാധ്യതകളുടെ നഗരത്തിൻ്റെ വ്യൂ കാണാൻ പോവുകയാണ്. അയ്യോ വന്നില്ല, ഒന്നുകൂടെ അയ്യോ പിന്നെ വന്നില്ല ഗൈസ്, ഇത് വരുന്നില്ല. ഓക്കെ മിഡിൽ നിന്നാണ് തെറ്റിപ്പോയി. ഓക്കെ റെഡി, 3, 2, 1 വാവ്. അവിടെ നമുക്ക് മെട്രോ കാണാം ഗൈസ്. വേറെ എന്ത് കാണാം? അതെന്താ, എലമെൻ്ററി സ്കൂള് കാണാം ഗൈസ്. ദുബായ് ഇൻ്റർനാഷണൽ സ്കൂൾ കാണാം ഗൈസ്. ഇത് പ്രത്യേകരമായ ബുർജ് ഖലീഫ ഗൈസ്, അതാ നോക്കൂ ബുർജ് ഖലീഫ ഗൈസ്. ഇത്രയും അതിമനോഹരമായ, ഗംഭീരമായ, നിഗർഗതമായ ഒരു വ്യൂ ഉള്ള ഒരു റൂമാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ദുബായ് എന്ന് പറയുന്ന സാധ്യതകളുടെ നഗരത്തിൽ നമുക്കിവിടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഗൈസ്. ദേ അങ്ങോട്ട് നോക്കുമ്പോൾ ദേ മെട്രോ ഓടിപ്പോണം. ഇത് കണ്ട ഒരു അട്ട പോണ പോലെ കണ്ട ഗൈസ്, അതിൻ്റെ അകത്തോട്ടും അതാണ് മെട്രോ. നമ്മൾ ദുബായിലെ വ്യൂ കാണാം ഗൈസ്. മെട്രോയും ഇങ്ങനെ ചെറിയൊരിതും, ദേ ബുർജ് ഖലീഫ. അയ്യോ എവിടെ ഇതാണ്ട് മറ്റേ ഫോട്ടോ എടുക്കാം. ബുർജ് ഖലീഫയുടെ മേളിൽ ഇങ്ങനെ തൊട്ടിരിക്കുന്നു. അവിടെ ഈ കണ്ട എൻ്റെ വിരൽ തുമ്പുകളിൽ ബുർജ് ഖലീഫ. അയ്യോ തുമ്പ് മാറി. എൻ്റെ വിരൽ തുമ്പുകളിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ സാധ്യതകളുടെ നഗരത്തിലെ ബുർജ് ഖലീഫ ഗൈസ്. സീൻ. ഓക്കെ, അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ റൂമിൻ്റെ അകവും എല്ലാം. റൂം ടൂർ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്കിവിടെ തന്നെ ഫ്രീ ഫുഡുണ്ട് ഗൈസ്. ഫുഡുണ്ട്, പിന്നെ ബാക്കി കറങ്ങാൻ പോണതൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇത് ഫുഡിൻ്റെ ടൈമിങ്സ് ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റ്സിന് പോകാനായിട്ട് ടൈമുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് കാണിക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഫുഡ് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ സ്റ്റേ കിട്ടിയതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ സമയം എത്തിയിരിക്കുന്നു. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇതാ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇവൻ എന്ത് പറയത്തെന്ന് പറഞ്ഞ് സ്കിപ്പടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷം, അതാണ് ഈ നിമിഷം ഗൈസ്. നിങ്ങൾ ഇതാ കാണാൻ പോകുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തിക്കോ. ഇതാണ് നിങ്ങളുടെ മെയിൻ പാർട്ട്. നിങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം, എങ്ങനെ നമുക്ക് $0, 0 റുപ്പീസിൽ നമുക്ക് ദുബായിൽ സ്റ്റേ, ട്രാവൽ, ഫുഡ് എല്ലാം കിട്ടാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്ന ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. അപ്പോൾ ഇതിനെ ദുബായ് കണക്ട് എന്ന് പറഞ്ഞൊരു ടാഗിലാണ് അറിയപ്പെടുന്നത്, ദുബായ് കണക്ട്. ഓക്കെ, അപ്പോൾ ഈ ദുബായ് കണക്ട് കിട്ടണമെങ്കിൽ നമുക്ക് ലേ ഓവർ മിനിമം 8 hours വേണം. ആ 8 hours ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദുബായ് കണക്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മിനിമം ഉള്ളത് 8 hour ആയിരിക്കണം. ഇപ്പം നിങ്ങൾ വരുന്ന വഴിക്ക് ലേ ഓവർ 5 hour ഉണ്ട്, 12 hour ഉണ്ട്. അപ്പോൾ ഈ ദുബായ് കണക്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം 12 hour ലേ ഓവർ എടുത്താൽ നമുക്ക് ദുബായ് കണക്ട് കിട്ടത്തില്ല. കാരണം 5 hour ലേ ഓവർ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ മിനിമം ലേ ഓവർ 8 hour മേളിലായിരിക്കണം. എനിക്ക് ഓർമ്മ ഉണ്ട്, ഇപ്പം മറ്റേ നമ്മുടെ ഷൈനി ചേച്ചി അവരൊക്കെ കല്യാണത്തിന്, ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഷൈനി ചേച്ചി അവരൊക്കെ കല്യാണത്തിന് വേണ്ടി പോയപ്പോൾ അവർക്ക് 7.5 hours ആയിരുന്നു ലേ ഓവർ. അങ്ങനെ ഒരു ദുബായ് കണക്ട് നോക്കിയപ്പോൾ ½ an hour ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ദുബായ് കണക്ട് കിട്ടിയില്ല. അപ്പോൾ മിനിമം 8 hour എങ്ങനെയായാലും വേണം. ഈ സൺസ്ക്രീൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടേ, അതാണ് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ കണ്ണാടി നോക്കുന്ന പോലെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് കണ്ടിന്യൂ. ഓക്കെ, അപ്പോൾ മിനിമം 8 hours വേണം ദുബായ് കണക്ട് കിട്ടാനായിട്ട്.
അപ്പോൾ ദുബായ് കണക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ദുബായ് ടച്ച് ചെയ്താണ് പോണതെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ മിനിമം 8 hours വേണം. പിന്നെ 8 hours ഉണ്ടെങ്കിൽ നമുക്ക് എമിറേറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അതിന് ദുബായ് കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഫയൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് അവർ ചോദിക്കും, കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും, നമ്മുടെ പാസ്പോർട്ടും അങ്ങനത്തെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ 14 ദിവസത്തിന് മുമ്പ് നമുക്ക് ഇമെയിലായിട്ട് ഒരു വിസ വരും. എനിക്കൊരു ഇമെയിൽ വന്നായിരുന്നു, ഒരു അറബിയിൽ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയത് എന്താണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാരണം ഇവർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ, ഫുൾ അവരാണ് കേസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല സ്കാം ആയിരിക്കും, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് ഇവർ പറഞ്ഞ ഇതെൻ്റെ ദുബായിലെ വിസയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്നതിൻ്റെ ഒരു 14 ദിവസത്തിന് മുമ്പായിട്ട് നമുക്ക് ഈ മെയിലിൽ വിസ വരും. പിന്നെ അത്രേ ഉള്ളൂ. വിസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്കിവിടെ സ്റ്റേ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു റൂം കിട്ടും സ്റ്റേക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ 3 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് 3 റൂം കിട്ടിയിട്ടുണ്ട് കേസ്. അതാണ് മെയിൻ കാര്യം കേട്ടോ. 3 പേർക്ക് 3 റൂം കിട്ടി. പിന്നെ ഇനി ഫുഡുണ്ട്, പിന്നെ സ്റ്റേ ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവലും, ഇവിടെ തിരിച്ച് എയർപോർട്ടിലേക്കുള്ള ട്രാവലും. ഞങ്ങൾക്ക് 9:20 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് 6 മണിയാകുമ്പോൾ ഇതേപോലെ ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടാം. ബാക്കി നമുക്കിങ്ങനെ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ചിലവാണ്. ബാക്കി നമുക്കിവിടെ അതുവരെ ആണെങ്കിൽ ഇപ്പോൾ ചുമ്മാ റൂമിൽ ഇരുന്നാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നടക്കാനൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ട്രാവൽ ചെയ്യണം, ഇപ്പോൾ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്താണ് ബുർജ് ഖലീഫ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ നമുക്ക് കുറച്ച് ദുബായ് എക്സ്പ്ലോറിങ് വീഡിയോസും കൂടെ ചേർത്ത് ഈ ഒരു വീഡിയോ ഇറക്കാൻ കേസ്. അപ്പോൾ അതാണ് ദുബായ് കണക്ട്. എങ്ങനെ $0, ₹0, 0 കറൻസിയിൽ ട്രാവൽ ചെയ്യുന്നുള്ള കാര്യം അത്രയേ ഉള്ളൂ. മിനിമം 8 hours ലേ ഓവർ വേണം. മിനിമം 8 hour ആയിരിക്കണം. പിന്നെ മിനിമം 8 hours ട്രാവൽ ഉണ്ട്. നിങ്ങൾ ദുബായ് ടച്ച് ചെയ്താണ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എമിറേറ്റ്സ് വെബ്സൈറ്റിൽ കയറുക. എമിറേറ്റ്സ് വെബ്സൈറ്റിൽ കയറി അതിൽ ദുബായ് കണക്റ്റിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 14 ദിവസത്തിന് മുമ്പ് വിസ കിട്ടും. വിസ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ എവിടെയാണ് ദുബായ് കണക്റ്റ് എന്ന് ചോദിച്ചാൽ മതി. ഇതുമായിട്ട് നമ്മുടെ ഇമിഗ്രേഷൻ്റെ അവിടെ പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് കാണിക്കുക. അപ്പോൾ അവർ പാസ്പോർട്ടിൽ നമ്മുടെ പാസ്പോർട്ട് കാണിക്കുമ്പോൾ അവർ അവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ തരുന്നത്, ഇവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ. എന്നിട്ട് നേരെ അവിടെ എമിറേറ്റ്സിൻ്റെ ലോബിയിൽ വരിക. അവിടെ നിന്ന് ഒരു ബസ്സിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്ന് ഹോട്ടലിൽ രജിസ്ട്രേഷൻ ഉണ്ടോ, ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും മറ്റേ ഇത് വൗച്ചറും കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുക, റൂമിലേക്ക് വരിക, റെസ്റ്റ് എടുക്കുക. നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ വീഡിയോ എടുക്കുക, നാട്ടുകാർക്ക് പകർന്നു കൊടുക്കുക. പിന്നെ ഇതേപോലെ വ്യൂസ് കണ്ട് രസിക്കുക. താഴെ ചേട്ടനെ കഴിക്കാൻ വിളിച്ചിട്ട് കുറേ നേരമായി, ഇനി പോയില്ലെങ്കിൽ ചേട്ടൻ്റെ ഇന്ന് വഴക്ക് കേൾക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. ബാക്കി നമുക്കിനി കഴിക്കുന്നതും വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നതും ദുബായ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസുമായിട്ട് ഗൈസ്. വല്ലാണ്ട് വലിയ വീഡിയോ. ഓക്കെ, ഇൻഫോർമേറ്റീവ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് വന്നേ. ഇനി അതിൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചാൽ ഫുഡ് കിട്ടുള്ളൂ ഗൈസ്. റൂം വിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ ആദ്യം വന്ന സ്ഥലം ഏതാണെന്ന് അറിയാവോ? ഒയ്യോ, വീഡിയോയിൽ എത്തുന്നില്ല. വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയുടെ മുന്നിലാണ് ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ കാറിൽ കണ്ടു കാണും. നമ്മൾ വരുന്ന വഴിക്ക് മറ്റേ ദുബായ് ഫ്രെയിം കണ്ടു, മ്യൂസിയം കണ്ടു, ഇതെല്ലാം വീഡിയോയിൽ ഉണ്ട് ഗൈസ്. വരുന്ന വഴിക്ക് കാറിലെല്ലാം കണ്ടുപോയി. ഇപ്പം ഞങ്ങളിത് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ ഞാനും ഹേഡ ചേച്ചിയും ബെഞ്ചായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ അമ്മ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ കാനഡേനേക്കാൾ അടിപൊളിയാണെന്നാണ് എനിക്ക് ഈ ഏരിയയിൽ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഗൈസ്. ദേ സീൻ ബിൽഡിംഗ് ഞാൻ കുറച്ച് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ
ഗൈസ് അങ്ങനെ കണ്ണു തുറക്കുമ്പോൾ സാധ്യതകളുടെ ഒരു ലോകത്തൂടെ ഞങ്ങളിങ്ങനെ നടന്ന് അലഞ്ഞു തിരിഞ്ഞ് ഞാനും ബെൻചേനും ഹേഡ് ദേശി നടക്കുമ്പോൾ ദുബായ് മോളിൻ്റെ അകത്താണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ. ബുർജ് ഖലീഫയുടെ ഒരു വ്യൂ കണ്ടു. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇത് ബുർജ് ഖലീഫ. ഞങ്ങൾ മൈനസ് ടെമ്പറേച്ചറിൽ നിന്ന് പ്ലസ് ഒരു നല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ആയതുകൊണ്ടായിരിക്കും ഗൈസ് നന്നായിട്ട് ചൂട് അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ തീയിൽ കൊരുത്തുകൊണ്ട് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾ ദുബായ് മോളിലേക്ക് കയറാൻ പോകണം ഗൈസ്. ഇനി നമുക്ക് ദുബായ് മോളും ബുർജ് ഖലീഫയുടെ വേറൊരു വ്യൂ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഗൈസ് ഗൈസ് ഞങ്ങൾ മാസ്മരികമായ ദുബായ് മോളിൻ്റെ അകത്താണ് ഗൈസ്. എൻ്റെ ആകുമ്പോൾ എന്തൊരു ഗ്രാൻഡ് മോളാണിത്. ഇതേ നോക്കിയത് അവിടെ നൈക്കി സ്റ്റോർ ഉണ്ട്. അതിൻ്റെ നൈക്കി സ്റ്റോർ നോക്കണേ. ഇത് കണ്ട സീൻ, ആ ഡിജിറ്റൽ ഡിസ്പ്ലേയും ഗ്രാൻഡ് കിടില മോൾ ഗൈസ്. ഇതാണ് ദുബായ് മോളിലെ ഫേമസ് വെള്ളച്ചാട്ടം. ഇതുണ്ട്, ഇവിടെ നിന്ന് ആൾക്കാർ വെള്ളച്ചാട്ടം എവിടെയുണ്ട്, അവിടെയുണ്ട്. ഗൈസ് അങ്ങനെ ദുബായ് മോളിൽ നിന്ന് ഇറങ്ങി വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ ബുർജ് ഖലീഫയുടെ അടുത്ത വ്യൂ കാണാനായിട്ട് ഗൈസ് പറ്റിച്ചേ അതല്ല കേട്ടോ. ഇതേ ബുർജ് ഖലീഫയുടെ വേറൊരു വ്യൂ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ദേ ഹാർട്ടും അങ്ങനെ ഒരു വേറൊരു വ്യൂ ആണ് ഗൈസ്. ഗൈസ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ദുബായ് മോളിലെ സ്കേറ്റിംഗ് റിങ്. ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇതൊക്കെ മാറ്റി ടീഷർട്ട് മാത്രം ഇട്ട് നമുക്കിനി കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. അവിടെ ഗൈസ് അങ്ങനെ ഈ സാധ്യതകളുടെ നഗരമായ ദുബായ് മോളിൽ ഞങ്ങൾ കറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഇതാരണമല്ലേ ഫിയ, അറിയത്തില്ലേ വീഡിയോയിൽ? അതെ ഗൈസ്, ഞങ്ങളെ കാണാനായിട്ട് ഫിയയും ബാക്കി എസ്കലേറ്ററിലാണ് എല്ലാവരും കാണിച്ചു തരാം. ഫിലോൻഡി ഹായ് ഗൈസ്. ഫിയയും ഫിലോൻഡി എല്ലാവരും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് മമ്മിയുടെ അനിയത്തിയാണ് ഫിലോൻഡിയുടെ മോളാണ് ഫിയ. നമ്മുടെ അലീനയുടെ തീർച്ചയായിട്ടും അലീന എല്ലാവരും അറിയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി ഇവരായിട്ടാണ് ബാക്കി ദുബായ് മോളെല്ലാം എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. ഇത് ദുബായ് മോളിലെ ചൈന ടൗൺ സീൻ. അടിപൊളി ഗൈസ്. ഇത് ഈ ചൈന ടൗണിൻ്റെ വേറൊരു സെക്ഷൻ, ഫുൾ വോൾ ആർട്ടും പിന്നെ ഒരു വലിയ പാണ്ടയും ഗൈസ്. ഇത് മോളിൻ്റെ ഇതൊരു ആർട്ട് ഗാലറി, പിന്നെ ഇതൊരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഓട്ടിക്കുന്നൊരു ഫീല് കിട്ടും എന്നാണ് പറയുന്നത്. കയറാൻ പറ്റുമോ നോക്കാം. ഇതൊരു അക്യൂറിയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഫുൾ വോളും അങ്ങനത്തെ കാര്യങ്ങളാണ് ഗൈസ്. സീൻ, ഡിജിറ്റൽ സീൻ. ഇതിൻ്റെ നോക്കട്ടെ. ഇതേ ഗൈസ് അക്യൂറത്തിൻ്റെ ഒരു ചെറിയൊരു വ്യൂ. നമ്മൾ ഭാഗത്ത് കയറുന്നില്ല, അതിന് ടൈമില്ലാത്തതുകൊണ്ട്. ഇത് നമ്മൾ ടൊറൻഡോയിൽ കണ്ട സെയിം. അപ്പോൾ ഗൈസ് അതോടുകൂടി നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ട്രാവൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ലാസ്റ്റായിട്ട് ഡിന്നറും കിട്ടി ഫ്രീ ആയിട്ട്. അപ്പോൾ ദുബായിൽ ഫ്രീ ആയിട്ട് ഞങ്ങൾ കറങ്ങി ഗൈസ്. ആകെ പൈസ കൊടുക്കേണ്ടി വന്നത് ക്യാബിന് മാത്രമാണ്, ബാക്കിയെല്ലാം ഫുൾ ഫ്രീ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഒരു ദിവസത്തെ $0 0 കറൻസിയിലെ ദുബായ് യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും അടുത്ത പ്രാവശ്യം ലേ ഓവേഴ്സ് 8 hours കൂടുതലുണ്ടെങ്കിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആണെങ്കിൽ ദുബായ് വഴിയാണ് പോകുന്നതെങ്കിൽ ദുബായ് കണക്ട് വഴി പോകുക ഗൈസ്. $0 ദുബായ് ചുറ്റിക്കറങ്ങി കാണൂ. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ, എൻജോയ്.